കഥ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ മരുമോളെ അടുത്ത ചിന്തയാണ് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ പോക്കറ്റിലിട്ട്. അങ്ങനെ മരുമോൾ ഫോൺ വിളിച്ച് ഏട്ടനെ വിളിച്ച് എൻ്റെ സ്വർണം കാണുന്നില്ല. അങ്ങനെ തപ്പി തപ്പി നോക്കുമ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ. അച്ഛനാണ് എടുത്തതെന്ന് പറഞ്ഞ് മരുമോൾ ഏട്ടനോട് ഭയങ്കര കച്ചറക്കം ഉണ്ടാക്കി, വർത്താനക്കായി. മരുമോനെ ഈ വർത്താക്കണ്ടെന്നൊക്കെ അച്ഛൻ കേട്ടിക്കണ്, പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ മകൻ അച്ഛനൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. മകനറിയാം അടുത്ത കളിയാണ് എൻ്റെ വൈഫിൻ്റെ. അതായത് അവളെന്നെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അച്ഛനാകെ സങ്കടമായി. കാരണം ഇനി ഞാനിവിടെ നിന്നാൽ എന്നെ കള്ളനാക്കും. എൻ്റെ മകൻ്റെ മുമ്പിൽ ഞാൻ കള്ളനായി മാറും. ആ മകന് അച്ഛനോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. അച്ഛൻ അങ്ങനെ എടുത്തിരുന്നു, അത് ഒന്നും ചോദിച്ചിട്ടില്ല. മകനറിയാം എൻ്റെ അച്ഛനത് ചെയ്യില്ല. അങ്ങനെ വൈകുന്നേരമായി, ആകെ സങ്കടത്തിലായ അച്ഛൻ മനസ്സിൽ അത്രയും ഒരു വീട്ടിൽ നമ്മൾ ഒരാളെ കള്ളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന ഭയങ്കര സംഭവമാണ്. എടുത്തിട്ടാണെങ്കിലും ഓക്കെ, എടുക്കാമെന്നുള്ള അവസ്ഥയില്ലേ, അത് ഓരോരുത്തരുടെ അനുഭവത്തിലേ അറിയുള്ളവർക്ക്. നെഞ്ച് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. എൻ്റെ മകളാണ്, മരുമകളല്ല ഞാൻ കണ്ടത്, മകളായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി ഞാനത് കേട്ടത്. ആ മകൾ മോനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ മകൻ ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും. അങ്ങനെ രാത്രിയായപ്പോൾ ഇവരുടെ വീട് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഇവരുടെ വീട്. രാത്രി 2 മണിക്ക് അച്ഛൻ വല്ല വീൽ ചെയറിൽ ഇരുന്ന് വാതിൽ തുറന്ന് വല്ല പുറത്തേക്ക് പോയി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല അച്ഛൻ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ അച്ഛൻ ആ വീട് വിട്ടിറങ്ങി. ഏത് വണ്ടി വന്നാലും മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എന്തോ മനസ്സ് വന്നില്ല. നേരെ വന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വരെ ആ ടപ്പാതിരക്ക് ആ വീൽ ചെയറും കറക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഏത് വണ്ടി വന്നാലും എന്തിനും തയ്യാറായൊരു മനസ്സുണ്ടല്ലോ, ഇനി ജീവിക്കേണ്ടെന്ന്. അങ്ങനെ വരുന്ന ഒരു ട്രെയിനിൽ അയാൾ കയറി. എവിടെ ആക്കാന്നില്ല, എവിടെ എത്തിയാലും അവിടെ. ആ വണ്ടി വന്നിറങ്ങിയത് കോഴിക്കോടാണ്. കോഴിക്കോട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് എല്ലാവരോടും പിച്ചക്കാശു. അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നറിയോ? നീ എപ്പോൾ ഞാൻ പിന്നെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അയാളെ ഒരു പ്രായമായില്ലേ, മക്കളെ നോക്കേണ്ട സ്ഥാനത്താണ് അയാൾ. അതാണ് അച്ഛനും അമ്മയും ഭാര്യയും ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ലൈഫ് സന്തോഷം ഉണ്ടാവുള്ളൂ. അവരെ കണ്ണടഞ്ഞാൽ, ഈ വൈകല്യമുള്ളവരുടെ എല്ലാവരും അവസ്ഥ തന്നെ. ചിലവരുണ്ടല്ലോ വീടിൻ്റെ പുറത്തിറങ്ങാൻ ബെഡ് കിടക്കുന്ന ആൾക്കാർ. എന്തൊരവസ്ഥ എന്നറിയാം. ചിലപ്പോൾ നമ്മളാ ക്യാമ്പിന് മീറ്റിങ്ങിനൊക്കെ പോയാലൊക്കെ ഞാനും അമ്മയോട് എപ്പോഴും പറയും, അച്ഛനും അമ്മയുടെ അടുത്തൊന്നും കാലം ഇവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, ചിലപ്പോൾ കഷ്ടപ്പെടുന്നതല്ലേ അച്ഛനമ്മയും പോണതിൻ്റെ മുന്നേ പഠിച്ചോൻ വിളിക്കുന്നത്, അവരെ കഷ്ടപ്പെടുത്തുക. ഇത്രയും സ്നേഹിച്ചൊരു ഭാര്യ, ആ ഭാര്യ ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഭാര്യ മരിച്ചു, മകൻ നിരപരാധി. അച്ഛനെ സ്നേഹിക്കുന്ന മകൻ.
അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ? ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായ എൻ്റെ ഒരു അനുഭവമാണത്, കേട്ട അനുഭവം. ഇന്ന് വരെ അൽഹംദുലില്ലാഹ് നാളെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഓക്കെ.